ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ സൂര്യൻ ചേട്ടൻ അങ്ങോട്ട് വെട്ടമൊക്കെ അടിച്ച് തരുന്നുണ്ട് എന്ന് നമുക്ക് തുണിയൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇതുവരെ ഈ വോയിസ് കൊടുക്കുന്ന ഈ സമയം വരെയും നല്ല വെട്ടത്തിൽ നിൽക്കുകയാണേ. മഴക്കോൾ ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നെങ്കിലും മഴയൊന്നും പെയ്യുന്നില്ല. അപ്പോൾ എന്താ, രാവിലെ അടുക്കളയിലേക്ക് കയറി ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. ഉപ്പുമാവിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റൊക്കെ ഒന്ന് ചുരണ്ടി എടുക്കുകയാണ് കേട്ടോ. എല്ലാ സാധനം വെച്ച് ചുരണ്ടുന്ന സാധനം വെച്ചിട്ടൊന്ന് ചുരണ്ടി എടുക്കുകയാണ്. പിന്നെ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി എടുക്കണം. പിന്നെന്താ, എൻ്റെ വീഡിയോ ഇന്നലെ ആരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ലോങ് വീഡിയോ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അത് ഓടിയിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഇന്ന് ഓടുമായിരിക്കും. അപ്പോൾ എന്താ, പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാനൊന്നും മറക്കണ്ട. ഞാനതിൽ റവ മാവിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പുട്ടുപൊടിയൊക്കെ ഒന്ന് നനച്ചെടുക്കത്തില്ലയോ, അതുപോലെ ഒന്ന് നനച്ച് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം ഒന്ന് നനച്ച് വെക്കുവേ, അപ്പോഴൊന്ന് കുതിർന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഞാനിവിടെ ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റവ മാവൊക്കെ ഒന്ന് നനച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സവോളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ വേണമായിരുന്നു. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയും ക്യാരറ്റും കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ സവോള ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. ചുമ്മാ ഇങ്ങനെ ഇട്ട് ഉപ്പുമാവ് വെക്കുന്നതിൽ നിന്നും ടേസ്റ്റാണ് കേട്ടോ. ഉള്ളിയും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് വെക്കുന്നത് നമ്മളെ കുട്ടികൾ വരെ കഴിക്കും. ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാനിത് ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അന്നൊക്കെ നല്ല രീതിയിലുള്ള കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, ട്രൈ ചെയ്ത് നോക്കിയിട്ട് സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കാം. ഗ്രീൻ പീസ് വേണേൽ ഇടാം കേട്ടോ. ഗ്രീൻ പീസും ബീൻസും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പാലും കൂടി ഒഴിച്ച് കൊടുത്ത് ആ പാലൊന്ന് ചൂടായതിന് ശേഷം വേണം നമ്മൾ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വേവുന്ന സമയം നമുക്കറിയാമല്ലോ, ആ സമയമാകുമ്പോഴത്തേക്കും ഇറക്കി മാറ്റി വെക്കാം കേട്ടോ. മാവ് നമ്മൾ വെള്ളം കൊണ്ട് നനയ്ക്കാതെയാണ് ഇട്ട് കൊടുക്കുന്നെങ്കിലുണ്ടല്ലോ ഇങ്ങനെ പറന്നിരിക്കും കേട്ടോ. ഇങ്ങനെ മാവ് പോലെ ഇങ്ങനെ പറന്നു പോകുന്ന ടൈപ്പിലിരിക്കും കേട്ടോ. അത് ഇവിടെ ആകുമ്പോൾ കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ ഉപ്പുമാവ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇച്ചിരി കുഴഞ്ഞിരുന്നാലും കുഴപ്പമില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാലിൻ്റെയും ആ ക്യാരറ്റിൻ്റെയും ഒക്കെ ടേസ്റ്റ് ഇതിൽ കിട്ടുവേ. പിന്നെ ഞാൻ കുറച്ച് പപ്പടവും കൂടെ കാച്ചി. ഇതിന് പപ്പടത്തിൻ്റെയോ പഴത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല, നമുക്ക് നന്നായിട്ട് വാരി കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ലൊരു പാലിൻ്റെ, ആ തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് നാവിൽ അറിയാനായിട്ട് പറ്റും. പിന്നെ പാത്തുവിന് പപ്പടം വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് പപ്പടം കൂടെ കാച്ചിട്ടുണ്ടായിരുന്നേ. പപ്പടമൊക്കെ കാച്ചി കാപ്പിയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പാല് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ചായ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണേ. രാവിലെ ഒരു കട്ടൻ ചായ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. കുടിച്ചിട്ടാണ് പിന്നെ അടുക്കളയിലേക്ക് കയറിയൊക്കെ വന്നത് കേട്ടോ. പിന്നെ വെയിലൊക്കെ കണ്ടതുകൊണ്ട് തന്നെ കുറച്ച് വിറകൊക്കെ ഉണക്കി പറക്കാനുണ്ടായിരുന്നു. അതൊക്കെ പറക്കി വെയിലത്തിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെന്താ, നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയൊക്കെ വിരിച്ചു, അകമൊക്കെ വൃത്തിയാക്കി തൂത്തുവാരി വൃത്തിയാക്കിയൊക്കെ ഇട്ടു. ഇനി മുറ്റം അടിക്കാനുണ്ട് കേട്ടോ. മുറ്റം അടിച്ചിട്ട് ഒത്തിരി ദിവസം 2-3 ദിവസമായി കാണും കേട്ടോ. മുടിഞ്ഞ് വരി കിടക്കുകയാണ്. പഴുത്ത മാങ്ങ ഉണ്ടല്ലോ, അത് അണ്ണാരും കിളികളൊക്കെ കൊത്തിയിട്ട് നശിപ്പിച്ചിട്ടേക്കാണ്. അതുകൊണ്ട് തൂത്തുവാരി വൃത്തിയാക്കിയില്ലെങ്കിൽ അട്ടയും പുഴുവും മഴക്കാലവും കൂടെ അല്ലേ, അതുകൊണ്ട് തന്നെ
അട്ടയും പുഴുവൊക്കെ കയറി വരും. അതുകൊണ്ട് ഇനിയിപ്പം മുറ്റം അടിക്കാനായിട്ട് അനിയത്തി മുറ്റം അടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് വിറകൊക്കെ കീറിയ വിറകുണ്ടല്ലോ നമ്മൾ, അപ്പോൾ അതൊക്കെ ഒന്ന് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ കുറേ കൊതുമ്പും ചൂട്ടും, നമ്മൾ ആ തെങ്ങിൽ നിന്ന് വീഴുന്ന സാധനമാണ് കൊതുമ്പും ചൂട്ടും. ഇനി അതെന്താണെന്ന് അറിയാത്തവർ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ആ ഒരു ചോദ്യം വരണ്ടാന്ന് കരുതിയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് എടുത്ത് ഇടണം. ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് എടുത്തിട്ടിട്ട് ഇനി ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾക്കൊക്കെ കയറിപ്പോണം. ജോലിയുണ്ട്. മീനുണ്ട് കേട്ടോ. മീൻ വങ്കടയാണ്. 2-3 ദിവസമായിട്ട് നമുക്ക് മീനൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇന്ന് എന്തായാലും മീൻ കിട്ടിയിട്ടുണ്ട്. മീനിൻ്റെ ഒരു ചാറെങ്കിലും കിട്ടാതെ കൊണ്ട് ചോറിറങ്ങാൻ വലിയ പാടാട്ടോ. അപ്പോൾ ഇതേ നമുക്കിന്ന് 2 പഴുത്ത മാങ്ങ കിട്ടിയിട്ടാ. ഇതൊരെണ്ണം ഒന്ന് ചെറുതായിട്ടൊന്ന് കേട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വശം ഒന്ന് കേടായിപ്പോയി, എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നല്ല ഒരു വശം നന്നായിട്ടുണ്ടായിരുന്നേ. നല്ല പഴുത്ത മാങ്ങയായിരുന്നു. അങ്ങനെ 2 മാങ്ങയൊക്കെ കിട്ടി. ഇത് ഇടയ്ക്ക് യൂട്യൂബിൽ ഇങ്ങനെ പുട്ടും മാങ്ങയും കൂടെ കഴിക്കുന്നൊരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ല, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഒരു ദിവസം അങ്ങനെ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നു. മാങ്ങയൊക്കെ തീരുന്നതിന് മുന്നേ ഒന്ന് പുട്ടും മാമ്പഴമൊക്കെ വെച്ചിട്ട് ഒന്ന് കഴിച്ചൊക്കെ നോക്കണം. അതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടാകുന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉടനെ ചെയ്യാം കേട്ടോ അത്. അപ്പോൾ കണ്ടില്ലേ, പഴുത്ത മാങ്ങ ഇങ്ങനെ അളിഞ്ഞു പുളിഞ്ഞും അതുപോലെ അണ്ണാനും കിളികളും ഒക്കെ കൊത്തിയിട്ടങ്ങ് കളഞ്ഞേക്കാണ് കേട്ടോ. ചിലതൊക്കെ കേട് വന്ന് വീഴുന്നുണ്ട്. ഒരുവിധം പരുവാകുമ്പോഴത്തേക്കേ കേട് വന്നിട്ട് ഒരു വശം കൊണ്ടങ്ങ് കേടാവും. എന്തോ ഒരു പ്രാണി വന്ന് കുത്തിയിട്ടാട്ടോ അങ്ങനെ ആവുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അപ്പോഴപ്പോഴങ്ങ് വീണ് പോകുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, മുറ്റം എല്ലാം വൃത്തികേടായി കിടക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് വേണം ബാക്കിയുള്ള പരിപാടി. അപ്പോൾ അവൾ മുറ്റമൊക്കെ അടിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് തൂത്ത് കൊടുത്തു കേട്ടോ. ബാക്ക് വശമൊക്കെ ഞാനൊന്ന് ചെറുതായിട്ടൊക്കെ, അവിടെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് വലിയ കച്ചറയൊന്നും ഇല്ലായിരുന്നു. അവിടെയൊക്കെ ഒന്ന് തൂത്ത് മാറ്റിയതിന് ശേഷം ഞാൻ ഇനി നേരെ അടുക്കളയിലേക്ക് പോകണം. എനിക്ക് ജോലിയുണ്ട്. ഉച്ചക്കലത്തെ കറികളെല്ലാം വെക്കണം. പിന്നെ കൂടെ ഇനി തുണികളൊക്കെ പറക്കി നമുക്ക് ഇടുമ്പോഴത്തേക്ക് നോക്കൽ ഇനി ഇതിലോട്ടായിരിക്കും കൂടുതൽ ശ്രദ്ധ. മഴ പൊടിയുന്നുണ്ടോ എന്നുള്ളത്. ചില സമയങ്ങളിൽ ഞാൻ മറന്നു പോകാറുണ്ട് കേട്ടോ. ഇങ്ങനെ കൊണ്ടിട്ടിട്ട് ചിലപ്പോൾ മഴ അങ്ങോട്ട് ചാറി തുണിയെല്ലാം നനഞ്ഞതിന് ശേഷമായിരിക്കും ഓർക്കുന്നത് മുറ്റത്ത് തുണി ഉണക്കായിട്ടിട്ടുണ്ടെന്ന്. അത് നമ്മളിൽ പലരും ചെയ്യുന്നൊരബദ്ധമാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഈ കൊതുമ്പും എല്ലാം കൂടെയൊക്കെ ഒന്ന് പറക്കി ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പം നേരെ അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. കയ്യും കാലുമൊക്കെ ഒന്ന് കഴുകി എടുത്തതിന് ശേഷം കുറേ നേരം കൊണ്ട് ഞാൻ അങ്ങനെ മുറ്റത്തിറങ്ങി നിൽക്കുമായിരുന്നേ. ഇങ്ങനെ പയറും പാവലും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഒന്നും ഇതുവരെ പൊന്തി വന്നിട്ടില്ല. ചിലതൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ നമുക്ക് വള്ളിയൊക്കെ കെട്ടി കൊടുത്തിട്ട് പടരാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ജോലിയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അരിയൊക്കെ അടുപ്പയിലേക്ക് ഇട്ടിട്ടാട്ടോ ഈ മുറ്റത്തോട്ട് ഇറങ്ങിപ്പോയതൊക്കെ. അപ്പോൾ വന്നപ്പോൾ നല്ല രീതിയിൽ തിളച്ചിട്ട് ഒരുവിധം വെന്ത് കിടക്കായിരുന്നേ. പിന്നെ കുറച്ച് ചക്ക അപ്പുറത്ത് അമ്മൂമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചക്ക വേവിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നല്ല മൂത്ത ചക്കയായിരുന്നേ. വറുക്കാമെന്ന് വിചാരിച്ചു. വറുക്കാനായിട്ട് കൊള്ളത്തില്ല. വറുക്കാനാണെങ്കിൽ ഒരു മീഡിയം പരുവമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നല്ല വിളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ആ ഒരു പഴുപ്പിൻ്റെ ആ ഒരു മധുരത്തിൻ്റെ ഒരു ഇത് വെക്കുമല്ലോ, ആ ഒരു ടൈപ്പ് ചക്കയായിരുന്നു. ഞാൻ പിന്നെ എടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കറിയാണ് ഏറ്റവും ഇഷ്ടം. കറി വെക്കാമെന്ന് വെച്ചാൽ വേവിച്ചെടുക്കുക കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചക്ക, ചീനി, ചേമ്പ്, ചേന അങ്ങനെയുള്ള സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ വളരെ ഹാപ്പി. അപ്പോൾ ഞാനങ്ങ് പെട്ടെന്ന് അതിൻ്റെ തോലൊന്നും ഇല്ലായിരുന്നു, ചവണിയൊക്കെ കളഞ്ഞു തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചക്കക്കുരുവൊക്കെ മാറ്റിയിട്ട് കറിക്ക് വേണ്ടിയിട്ട് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പാത്തു വന്നിട്ട് ഇതിൽ നിന്ന് 2-3 എണ്ണം ഒക്കെ പറക്കി കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ പച്ച ചക്ക കഴിക്കാൻ വേണ്ടിയിട്ട്. കറി വെച്ചാലൊന്നും കഴിക്കത്തില്ല. വറുത്ത് കൊടുത്താലും പച്ച ചക്കയുടെ അത്ര പറ്റത്തില്ല കേട്ടോ വറുത്ത് കൊടുത്താലും. എന്നിരുന്നാലും ഞാൻ ഒരു 5-6 ചുള എടുത്തിട്ട് ഇങ്ങനെ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കൊള്ളത്തില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പിന്നെ എങ്ങനെ ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് വരുന്നില്ല. ഒരുപാട് വിളഞ്ഞു പോയതുകൊണ്ടാണ് കേട്ടോ അത്. നല്ല മൊരിഞ്ഞ് കിട്ടത്തേ ഇല്ലായിരുന്നു, കൊള്ളത്തില്ലായിരുന്നു വറുക്കാനായിട്ട്. പിന്നെ കറി വെക്കാനായിട്ട് ദാണ്ടെ ഇത്തിരി കോണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിലേക്ക് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുക്കറിലോട്ടാക്കി. കുക്കറിലാകുമ്പം പെട്ടെന്ന് അങ്ങ് ആവുമല്ലോ. അപ്പോൾ മീൻ വങ്കടയാണ് കേട്ടോ. ഇത് 100 രൂപയുടെ മീനാണ്. അപ്പോൾ അതിനിപ്പോൾ വെട്ടിക്കഴുകി അനിയത്തി വെട്ടിക്കഴുകി തരും. മുറ്റമൊക്കെ അഴിച്ചിട്ട് വന്നിട്ട് വെട്ടിക്കഴുകി തന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മീൻകറിയൊക്കെ വെക്കണം. മീൻകറി വെക്കാനായിട്ട് പോകാം കേട്ടോ. പച്ച അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം വിചാരിച്ചു ഇങ്ങനെ മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന്. പിന്നെ അങ്ങ് എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് അങ്ങ് മൊത്തത്തിൽ ഇട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അരപ്പും തയ്യാറാക്കിയിട്ട് അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു, അത് മെഴുക്കുവരട്ടി ആക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ ദേ ചക്ക അപ്പോഴത്തേക്കും വെന്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലേക്ക് കുറച്ച് അരപ്പും കൂടി ഇട്ടിട്ട് അരപ്പ് അരച്ചെടുത്തപ്പോഴത്തേക്ക് കുറച്ച് കൂടിപ്പോയി. ചക്ക അത്രയ്ക്കും വേണ്ടി ഇല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അങ്ങ് ഉടച്ച് മാറ്റി വെച്ചിട്ടോ. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ചക്ക അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചക്കച്ചോളയുടെ ആ ഒരു ഇതിൻ്റെ പാടയുണ്ടല്ലോ, വെള്ളപ്പാട, അത് പൊരിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനത് എടുത്ത് മാറ്റി വെച്ച്. നല്ല വിളഞ്ഞ ചക്കയുടെ പാടയാണെങ്കിൽ വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചക്ക അത്രയ്ക്ക് അങ്ങോട്ട് പറ്റിയില്ലെങ്കിലും ചക്കയുടെ ആ ഒരു പാട എടുത്ത് ഞാൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പാടയും കുറച്ച് ചക്കച്ചോളയും കൂടെയൊക്കെ അരിഞ്ഞിട്ടിട്ട് വറുത്ത് പാത്തുവിനും ഞാനും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിക്ക് അത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ചെറിയൊരു മധുരം വെച്ചതുകൊണ്ടേ ചിലവർക്കത് ഇഷ്ടപ്പെടില്ല, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കടിക്കുമ്പോൾ ആ ഒരു മധുരവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി. ഇത്തിരിയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വെണ്ടയ്ക്ക. അത് വാടി വന്നപ്പോഴത്തേക്കും പിന്നെ ഒട്ടുമില്ല, ഉണ്ടതുപോലെ. പിന്നെ കുറച്ച് ചക്ക ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതും കൂടി ഒന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ അടുക്കള പണിയൊക്കെ തീർന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കടല എടുത്ത് വെള്ളത്തിലിട്ടിട്ടോ. നാളെ ഇനിയിപ്പോൾ പുട്ടും കടലക്കറി ആക്കാമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ നാളെ ആ പ്ലാൻ അങ്ങ് തെറ്റും. ഞാൻ പ്ലാൻ ചെയ്യുന്നതൊന്നും നടക്കാറില്ല. നാളെ ചിലപ്പോൾ ഞാൻ എണീറ്റിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് നോക്കും കേട്ടോ. എന്തായാലും ഇന്നത്തെ പ്ലാൻ നാളെ പുട്ടുണ്ടാക്കാമെന്നാണ്. കറിക്ക് കടലക്കറിയും ഉണ്ടാക്കാമെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളക്കടലയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നാളെ അറിയാം, പടച്ചവനറിയാം കേട്ടോ. നാളെ ഇനിയിപ്പോൾ എൻ്റെ മൈൻഡ് എന്താണ് പറയുന്നതെന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്നലത്തെ ചെനച്ച മാങ്ങ കുറച്ചുണ്ടായിരുന്നല്ലോ, നമ്മൾ അച്ചാറിട്ടതിൽ കുറച്ച് ചെനച്ച മാങ്ങ ഉണ്ടായിരുന്നു. അത് കൊടുത്തു വിടാനൊന്നും നമുക്ക് അച്ചാറിൽ ഇടാൻ പറ്റത്തില്ലല്ലോ, ചെറിയൊരു മധുരമുണ്ട് കേട്ടോ. ചെറിയ മധുരമല്ല, നല്ല മധുരമുണ്ട്. അപ്പോൾ അത് ഉമ്മച്ചി എടുത്ത് ഉപ്പിലിടാന്നൊക്കെ പറഞ്ഞതാണെങ്കിലും ഞാൻ പറഞ്ഞു അതങ്ങ് അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മച്ചി നന്നായിട്ട് അത് അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാത്തൂന് 2-3 കഷ്ണം മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്ത് വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ടാറ്റ.